അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി 4 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താണ്. അപ്പോൾ അതൊരു 3 സ്റ്റെപ്പായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ അരി ഇട്ട് കൊടുത്തു. പിന്നെ 1 കപ്പ് ചോറ്, ചെറിയ കപ്പാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, നാളികേരം 1 നാളികേരമാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത് 4 ഗ്ലാസ് അരിക്ക്. പിന്നെ തേങ്ങ വെള്ളം, അതൊരു 2-3 തേങ്ങയുടെ വെള്ളമുണ്ട്. അത് ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു രാത്രി മുഴുവൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതാണ് ഇന്ന് ഇതിന് ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈസ്റ്റ് ഒന്നും ഇതിന് ഞാൻ ഉപയോഗിക്കില്ല, അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ചോറ് മാത്രമേ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നാളികേരം നമുക്ക് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 നാളികേരം വെള്ളം ആണ് ഇതിൽ ചേർത്തത് 4 ഗ്ലാസ് അരിയിൽ. അപ്പോൾ ഇനി ഇത് നന്നായി കൈകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നാളെ നമുക്കെടുക്കാം. അപ്പോൾ ഇന്ന് രാവിലെ അത് നന്നായി പതഞ്ഞ് പൊന്തി വന്നുകൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ തവി ഒഴിച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ഹോളുകളോട് കൂടിയ അപ്പം. ഇതിന് ഈസ്റ്റൊന്നും നമ്മൾ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈസ്റ്റ് ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഈ നാളികേരം വെള്ളം പഞ്ചസാര ഇട്ട് നമ്മൾ ഒരു രാത്രി പുറത്ത് വെച്ചിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഒരു കള്ളിൻ്റെ ഇഫക്റ്റാണ് അതിനുണ്ടാവുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ ഞാനിന്ന് മീൻകറിയും അപ്പമാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,